ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ നമസ്കാരം. ആത്മോപദേശ ശതകം കൃതിയിലെ 44ാമത് ശ്ലോകത്തിൻ്റെ സാരാംശമാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ തരുന്നത്. കേൾക്കുക. പലമതസാരവുമേകമെന്നു പാരാതുലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതമർന്നിടേണം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ മഹത്തരമായ ഒരു കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ വിവരിച്ചു തരുന്നത്. പലമതസാരവും ഏകം, പലമതസാരവും ഏകം. എല്ലാ വ്യവസ്ഥാപിത മതങ്ങളുടെയും സാരം, ഉൾക്കാമ്പ് ഒന്ന് തന്നെയാണ് എന്ന് വാരാതെ, എന്നാൽ ഇക്കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കുക. ഉലകിൽ, ഈ ഭൂമിയിൽ ഒരാനയിൽ, അതായത് ഒരാനയെക്കുറിച്ച് എന്ന പോലെ അന്ധന്മാർ, കണ്ണു കാണാൻ വയ്യാത്തവർ തർക്കിക്കുന്നത് പോലെ പലവിധ യുക്തി പറഞ്ഞ് പല രീതിയിലുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ പറഞ്ഞ് പാമരന്മാർ, അറിവില്ലാത്ത ജനം അലവത് കണ്ട് ലക്ഷ്യബോധമില്ലാതെ അലയുന്നത് കണ്ടിട്ട് അലയാതെ, നാം അവരെ പോലെ ആകാതെ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത അലച്ചിൽ നടത്താതെ അമർന്നിടേണം. ആത്മബോധത്തിൽ അഭിപ്രായ ഭിന്നതയില്ലാതെ വ്യക്തതയോടെ നിലകൊള്ളണം എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമുക്കറിയാം, ധാരാളം മതവിഭാഗങ്ങൾ ലോകത്തുണ്ട്. പിന്നെ ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ജൂതമതം, ബുദ്ധമതം, അങ്ങനെ ഒട്ടനവധി മതങ്ങൾ, അവയുടെ അവാന്തര വിഭാഗങ്ങളും ഒക്കെ ഈ ലോകത്തുണ്ട്. ഈ മതങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്ന് നാം അറിയണം. അതായത് എല്ലാ മതങ്ങളും പറയുന്ന സത്യം ഒന്ന് തന്നെയാണ്. ഈശ്വരൻ ഒന്നേയുള്ളൂ, അല്ലെങ്കിൽ സത്യം ഒന്നേയുള്ളൂ എന്ന് എല്ലാ മതങ്ങളും പറയുന്നു. മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രത്യക്ഷത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ അങ്കലാപ്പിലായിരിക്കുന്നത്. ആ സംശയം, അവരുടെ അങ്കലാപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇവിടെ പറയുന്നത് പലമതസാരവും ഏകം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. മതം ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ ഉന്നം വയ്ക്കുന്നത്, ആ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതാണ് മതത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, എല്ലാ നദികളും പല ഭാഗങ്ങളിലൂടെ ഒഴുകി അവസാനം അത് കടലിൽ തന്നെ വന്നു ചേരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും അവരവരുടെ മതങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള സംസാരം നടത്താറുണ്ട്. എന്നാൽ അറിയണം, എല്ലാം ഒന്നിൽ വന്ന് അവസാനിക്കുന്നു, ഈശ്വരനിൽ തന്നെ വന്ന് ലയിക്കുന്നു. ഈ സത്യം അറിയാൻ ആനയെ കാണാൻ പോയ കുരുടന്മാരെ ഇവിടെ മഹാഗുരു ഉദാഹരണമായി എടുത്തു കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു കുരുടന് കണ്ണു കാണാൻ വയ്യല്ലോ. അവൻ്റെ കാഴ്ചപ്പാടിലൂടെ അവൻ ആനയെ തൊട്ടു നോക്കിയിട്ട് ചൂല് പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മുറം പോലെ ഇരിക്കുന്നു,
പനന്തടി പോലെയാണ് എന്നൊക്കെ പറയുന്നത് അവൻ്റെ ധാരണയാണ്. അപ്പോൾ അവർ ആനയുടെ ഓരോ അവയവത്തെ പിടിച്ചു നോക്കിയിട്ടാണ് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ആനയെന്ന ജീവിയെ മുഴുവനായും അവർക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോരോ യുക്തികൾ പറഞ്ഞ് അവർ പരസ്പരം തർക്കിച്ചു പോരുന്നു. ഇക്കാര്യം മതത്തിലും ഈ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഓരോരോ തർക്കങ്ങൾ പറഞ്ഞ് പലരും അവരവരുടെ മതത്തെക്കുറിച്ച് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ താർക്കികന്മാർക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന സംശയങ്ങളെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിവാരണം ചെയ്തുകൊണ്ട്, എല്ലാ സംശയങ്ങളെയും നിവാരണം ചെയ്തുകൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മതമെന്ന് പറയുന്നത് ശാന്തിയാണ്, സമാധാനമാണ്, സ്നേഹമാണ്, ആനന്ദമാണ്, സ്വാതന്ത്ര്യമാണ്, സഹോദര്യമാണ്. ഈ സത്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള നല്ല ഒരു മാർഗമാണ് മഹാഗുരു ആത്മോപദേശ ശതകത്തിലെ 44-ാമത് ശ്ലോകത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. നന്ദി, നമസ്കാരം.